ഹായ്, ഹലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബിഗോണിയ റിപ്പോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എല്ലാ വീഡിയോയും എല്ലാവരും കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. കാരണം ബിഗോണിയ ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുമല്ല, ഞാൻ എൻ്റെ ബിഗോണിയ ചെടികളെല്ലാം ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ഇങ്ങനെ ഇടുന്നത്. ഓരോ ബിഗോണിയ ചെടികളും ചട്ടികളും മാറ്റുന്നതിനനുസരിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബിഗോണിയ ചെടികളുടെ പിന്നെ തൈകൾ നമുക്ക് 3 രീതിയിലാക്കാം. ഒന്ന്, ഇലകൾ പിന്നെ മണ്ണിലോ മണലിലോ ഒക്കെ കുഴിച്ച് വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കാം. 2, ഈ ഇലകൾ തന്നെ വെള്ളത്തിലിട്ടിട്ട് തൈകൾ ഉണ്ടാക്കാം. 3, ഈ നമ്മുടെ ഈ മദർ പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്ന തൈകൾ കൊണ്ട് തൈകൾ വേർപിരിച്ച് നടാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നടാം. പിന്നെ വളരെ കുറച്ച് ശ്രദ്ധ വേണം, കാരണം വെള്ളം കെട്ടിയിരിക്കുകയോ ഒന്നും പാടില്ല. അഴുകൽ വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടിയിരിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ നല്ല വേരോടുന്ന പോട്ടി മിക്സ് ആയിരിക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. എന്നാൽ പ്രകാശം വേണം താനും. ഒരു തണൽ ഉള്ള സ്ഥലത്ത് വെക്കണം. പിന്നെ അതിന് വേണ്ടുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് കരിയില കമ്പോസ്റ്റ്, പിന്നെ മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ്, മേൽമണ്ണ്, ചകിരിച്ചോറ്, കുറച്ച് സാഫ്, ഇത്രയും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ചട്ടി എടുക്കുക. ചട്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ വെച്ചേക്കുന്ന പോട്ടിനെക്കാളും കുറച്ചും കൂടെ വലിയ ചട്ടി എടുക്കുന്നത് നല്ലത്. കാരണം ഇപ്പോൾ ഉള്ള പോട്ട് തന്നെ നിറഞ്ഞു നിൽക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ചെടിക്ക് അനുസരിച്ചുള്ള ചട്ടി വേണം എടുക്കാൻ. എന്നിട്ട് കരിയില കുറച്ചിടുക. കരിയില കുറച്ചിട്ടിട്ട് ഈ പോട്ടി മിക്സ് ഇടുക. പോട്ടി മിക്സ് ഈ കരിയില ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഭാരക്കുറവുണ്ടാവും ചട്ടിക്കൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭാരക്കുറവുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കരിയില കമ്പോസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഞാൻ ഈ തൂത്ത് കൂട്ടുന്ന പ്ലാവിൻ്റെ ഇലയൊക്കെ തൂത്ത് കൂട്ടുന്നത് എടുത്തിട്ട് ചാക്കിനകത്താക്കി വെക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് അതെല്ലാം പൊടിഞ്ഞ് പൊടിയാവും. അപ്പോൾ അത് നമ്മൾ മണ്ണിൻ്റെ കൂടെ പോട്ടി മിക്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് വെക്കാം, എന്നാലും നല്ലതാണേ. അപ്പോൾ ഞാൻ ഇതേമാതിരി ചട്ടിയിൽ നിന്ന് വേറെ പിന്നെ തൈകളൊന്നും അടർത്തിയെടുത്തില്ല. കുറച്ചുകൂടെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. അപ്പം ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വേര് ഓടാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണമെന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്നാലേ ഇതേമാതിരി ബുഷിയായിട്ട് ചെടി വളർന്നു വരുള്ളൂ. ഇതിപ്പം ഇതിൻ്റെ ചുവട് കണ്ടു കഴിഞ്ഞാൽ നല്ല കനത്തിന് മൂത്ത തണ്ടുകളാണേ. ഇതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 തൈകളെങ്കിലും 10 ചട്ടികളിലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ബിഗോണിയ ചെടികൾ കാണാൻ. ഇത് എല്ലാവരും ഒരു തൈയെങ്കിലും നട്ട് പിടിപ്പിച്ച് നോക്കണം. കൂടുതലാരും പെട്ടെന്ന് നട്ടുപിടിപ്പിച്ച് ഭംഗി കണ്ടിട്ട് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഒരെണ്ണം ആദ്യമേ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പിന്നെ അത് നമ്മളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മേടിച്ച് വെക്കുക. അല്ലാതെ ഒരുമിച്ച് എല്ലാം കുറേ ചെടികൾ മേടിച്ചിട്ട്, ഇത് നടാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മേടിച്ച് പൈസ കളയരുത്. അപ്പോൾ നമ്മൾ 1-2 ചെടിയൊക്കെ മേടിച്ച് വെച്ച് ആദ്യമേ പരീക്ഷിച്ചതിന് ശേഷം ബാക്കി മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.